ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി ലാസ്റ്റ് ഫൈലമാണ് പഠിക്കാനുള്ളത്. അനിമൽ കിങ്ഡത്തിലെ ഫൈലം കോർഡേറ്റ. ദിസ് ദ ലാസ്റ്റ് ഫൈലം കോർഡേറ്റ. 9ാമത്തെ പാർട്ടാണ്. നമുക്ക് കോർഡേറ്റയെക്കുറിച്ച് അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് കോർഡേറ്റ എന്ന് പറയുന്നത്? നോട്ടോകോഡ് ഉള്ള ജീവികളെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലേ? നമ്മൾ നോൺ കോഡേറ്റ്സ് എന്നും കോഡേറ്റ്സ് എന്നുമായിരുന്നു ആദ്യം ഡിവിഷൻ പറഞ്ഞിരുന്നത്. അപ്പം ഈ പോറിഫെറ തൊട്ട് ഹെമി കോഡേറ്റ വരെയുള്ള ഫൈലം നമ്മൾ അവരെ വിളിച്ചിരുന്നത് നോൺ കോഡേറ്റ്സ് എന്നായിരുന്നു. ഇനി അടുത്ത ഫൈലമാണ് കോർഡേറ്റ എന്ന് പറയുന്നത്. ആനിമൽസ് belonging to phylum Chordata are fundamentally characterized by presence of a notochord, dorsal hollow nerve cord, and paired pharyngeal gill slits. They possess a post-anal tail. അതായത് ഫൈലം കോഡേറ്റയ്ക്ക് വേണ്ട ബേസിക് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. ഒരു കോഡേറ്റ് ആണെങ്കിൽ അതിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചേക്കാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു കോഡേറ്റയുടെ എംബ്രിയോണിക് സ്റ്റേജിലുള്ള കണ്ടീഷനാണ്. ഓരോ കോഡേറ്റിനും ഈ 4 ബേസിക് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ കോഡേറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കണം. അതിൽ ഒന്നാമത്താണ് ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്താണ് പ്രസൻസ് ഓഫ് എ നോട്ടോകോഡ്. നോട്ടോകോഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ആനിമലിൻ്റെ ഡോഴ്സൽ സൈഡിൽ കാണുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടായിരിക്കണം, പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. 2, എ ഡോഴ്സൽ ഹോളോ നെർവ് കോഡ്. ഈ നോട്ടോകോഡിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് നെർവ് കോഡ് എന്ന് സൂചിപ്പിക്കുന്നത്. അത് ഹോളോ ആയിരിക്കണം. ഹോളോ മീൻസ് പൊള്ളയായിട്ടുള്ള ഒരു നാഡി തന്തു ഉണ്ടായിരിക്കണം. അതാണ് ഹോളോ നെർവ് കോഡ് എന്ന് പറയും. കോഡ് മീൻസ് എ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്നത് പെയേർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. പെയേർഡ് എന്ന് പറഞ്ഞാൽ ജോഡി, ഈ വശത്തും അപ്പുറത്തെ വശത്തും ഉണ്ടായിരിക്കണം. ജോഡിയായിട്ട് ഈ ഗിൽ സ്ലിറ്റ്സ് കണ്ടിരിക്കണം. ഫാരിങ്സ് നിങ്ങൾക്കറിയാം. ഫാരിങ്സ് എന്ന് പറയുമ്പോൾ മൗത്ത് കഴിഞ്ഞുള്ള ഓപ്പണിങ്ങിനെയാണ്, അല്ലെ ചേംബറിനെയാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അതാണ് ഫാരിങ്സിൽ ഇങ്ങനെയുള്ള വിടവുകൾ കാണണം. അതാണ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. അതുണ്ടായിരിക്കും. പിന്നെ ദേ പൊസസ് എ പോസ്റ്റ് ഏനൽ ടെയിൽ. പോസ്റ്റ് ഏനൽ ടെയിലും ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറയാൻ പോസ്റ്റീരിയർ സൈഡിൽ ഒരു ടെയിൽ റീജൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 4 ബേസിക് ക്യാരക്ടേഴ്സാണ് മസ്റ്റായിട്ടും ഒരു നോട്ടോകോഡിന് വേണ്ടത്. അപ്പം വാട്ട് ആർ ദ ബേസിക് ക്യാരക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോഴ്സൽ ഹോളോ നെർവ് കോഡ്, പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്, പിന്നെ പോസ്റ്റ് ഏനൽ ടെയിൽ. ഇത് കൂടാതെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു കോഡേറ്റിൻ്റെ എംബ്രിയോ എന്ന് പറയുന്നത്, ഏത് കോഡേറ്റിനെ നമ്മൾ എടുത്താലും അവരുടെ എംബ്രിയോ ഈ ഒരു സ്റ്റേജ് കടന്നാണ് പോകുന്നത്. അതിന് നോട്ടോകോഡ് കാണും, നെർവ് കോഡ് കാണും, ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് കാണും, ടെയിലും കാണും. അപ്പോൾ ആ എംബ്രിയോണിക് സ്റ്റേജിൻ്റെ കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കോമൺ ഫീച്ചേഴ്സ് പറയുമ്പോൾ ദീസ് ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. നമുക്കറിയാലോ, ഈ ഏത് ജീവികളെ നമ്മൾ കണ്ടാലും നമുക്ക് ഈ ഫിഷസ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അല്ലേ, ആംഫീബിയൻസ് ഉണ്ട്, പിന്നെ റെപ്റ്റൈലുണ്ട്, മാമലുണ്ട്. അങ്ങനെ പല തരത്തിലെ ജീവികളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലേ? ഈ ജീവികളെയെല്ലാം നമുക്ക് ബൈലാറ്ററൽ സിമെട്രി മാത്രമേ സിമെട്രിക്കലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് അറിയാലോ, എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം പ്രസൻറ്റ്. സീലോമേറ്റ് ആണ്, നമുക്കറിയാം സീലോമുള്ളവരാണ് ഇവർ, അല്ലേ? അപ്പോൾ സീലോമേറ്റ് ആനിമൽസ് ആണ്. ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാമിൽ സീലോം കാണിച്ചിട്ടില്ല, അത് ഡയഗ്രാം തെറ്റിപ്പോയതാണ്. നമുക്കറിയാം സീലോം എന്ന് പറയുമ്പോൾ ഈ മീസോഡേമൽ റീജിയനിൽ എന്ത് വരും? ക്യാവിറ്റി ഉണ്ടാവും. ഈ പടം നോക്കണ്ട, നമ്മുടെ ടെക്സ്റ്റിലുള്ള സീലോമേറ്റ് ആണെന്ന് നമുക്കറിയാലോ, അല്ലേ? മീസോഡേമൽ റീജിയനിൽ ക്യാവിറ്റി ഉള്ളവരെയാണ് നമ്മൾ സീലോമേറ്റ് എന്ന് പറയും.
ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റംസ് എല്ലാം തന്നെയുണ്ട്. പിന്നെ എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം നമുക്കറിയാം, ഇറ്റ് ഈസ് ക്ലോസ്ഡ് അല്ലേ, എന്ന് പറഞ്ഞാൽ ഹാർട്ടും ബ്ലഡ് വെസൽസും ഉണ്ട്. ബ്ലഡ് ഹാർട്ടിലും ബ്ലഡ് വെസലിലുമായിട്ടാണ് ഒഴുകുന്നത്. ഓപ്പൺ സ്പേസസിലൊന്നും അത് കെട്ടിക്കിടക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ കോഡേറ്റിനെയും നോൺ കോഡേറ്റിനെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയുന്നത്. കമ്പാരിസൺ ഓഫ് കോഡേറ്റ് ആൻഡ് നോൺ കോഡേറ്റ്, അവരെ കമ്പയർ ചെയ്യുകയാണ്. ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന എല്ലാം കോഡേറ്റ്സ് ആണ്, ഇതെല്ലാം നോൺ കോഡേറ്റ്സ് ആണ്. ഇൻസെക്ട്സ് അല്ലേ, പ്രോണ്, സ്പൈഡർ, സെൻറ്റിപീഡ്, അങ്ങനെയുള്ള ജീവികൾ, സ്നെയിൽ, ഇതെല്ലാം കാണിച്ചു. ഇപ്പുറത്ത് കോർഡേറ്റീവ് വരുന്ന ജീവികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് കമ്പാരിസൺ പറയുമ്പോൾ കോഡേറ്റിൽ നോട്ടോകോഡ് ഉണ്ട്, നോൺ കോഡേറ്റിൽ നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കോഡേറ്റ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോഴ്സൽ, ഹോളോ ആൻഡ് സിംഗിൾ. അതായത് ഇപ്പോൾ മനുഷ്യൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം നിങ്ങൾക്കറിയാം, ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ സാധാരണ കാണപ്പെടുന്ന ബ്രെയിൻ തലയിലും സ്പൈനൽ കോഡ് നമുക്കറിയാം നമ്മുടെ നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡോഴ്സൽ സൈഡിലാണ് ഇത് കാണുന്നത്. ഇപ്പം നമ്മൾ കുനിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ പുറം ഭാഗത്തിനെയാണ് നമ്മൾ ഡോഴ്സൽ എന്ന് വിളിക്കുന്നത്. അടുത്ത അകത്തുള്ള കുഞ്ഞു ഭാഗത്തിനെയും നമ്മൾ പറയുന്നതാണ്, നമ്മുടെ വയറും ഒക്കെ വരുന്ന ഭാഗമാണ് വെൻട്രൽ റീജിയൻ. അപ്പം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത് ഡോഴ്സൽ സൈഡിൽ കൂടെയാണ്. അതേസമയം നോൺ കോഡേറ്റ്സിൽ അങ്ങനെയല്ല, അവർ എവിടെയാണ് കാണുന്നത്? വെൻട്രൽ സൈഡിൽ, അടിഭാഗത്താണ്. ഇപ്പോൾ ഒരു പാറ്റയൊക്കെ കാണുമ്പോൾ പാറ്റയുടെ അടിയിലാണ്, അടിയിലത്തെ ഭാഗത്താണ്, അതായത് വെൻട്രൽ സൈഡ് എന്ന് പറയും. വെൻട്രൽ സൈഡിലാണ് എന്തുള്ളത്? നെർവസ് സിസ്റ്റം ഉള്ളത്. പിന്നെ അതുപോലെ അത് സോളിഡാണ്, ഹോളോ അല്ല. ഇപ്പം നമ്മുടെ സ്പൈനൽ കോഡ് നിങ്ങൾക്കറിയാം, സ്പൈനൽ കനാലുണ്ട് അല്ലേ, ഇതിനുള്ളിലൊരു കനാലുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അത് സോളിഡാണ്, കട്ടിക്കങ്ങ് താഴോട്ട്, ഹോളോ ഒന്നും അല്ല, അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഒന്നുമില്ല. പിന്നെ അത് ഡബിൾ ആയിട്ടാണ് പോയേക്കുന്നത്, ഒറ്റ സ്പൈനൽ കോഡ് പോലെ അല്ല കാണുന്നത്. ഇവിടെ നമുക്ക് ഒരൊറ്റ ദണ്ഡാകൃതിയിൽ ഇങ്ങനെ താഴോട്ട് പോകാം. ഇവിടെ അങ്ങനെയല്ല, രണ്ട് നെർവുകളാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോഴ്സലാണെന്നും കോർഡേറ്റിൽ നോൺ കോഡേറ്റിൽ വെൻട്രൽ ആണെന്നും ഓർത്തിരിക്കുക. അടുത്ത് കോഡേറ്റ്സിൽ ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. ഫാരിങ്സൽ റീജിയനിൽ നമുക്ക് ഗിൽ സ്ലിറ്റ്സ് കാണാൻ കഴിയും. അതേസമയം നോൺ കോഡേറ്റ്സിൽ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെൻറ്റ്. അവരുടെ പുറമെ നമ്മൾ ഈ കോഡേറ്റ്സിൽ കാണുന്ന പോലെ ഗില്ലുകളുടെ വിടവുകൾ കാണാനില്ല. ഇനി മറ്റൊരു പ്രത്യേകതയാണ് കോഡേറ്റ്സിൽ ദ ഹാർട്ട് ഈസ് വെൻട്രൽ. നമുക്കറിയാം നമ്മുടെ ഹൃദയം വെച്ചിരിക്കുന്ന വെൻട്രൽ ഭാഗത്താണ് അല്ലേ, മുൻഭാഗത്താണ്, പുറകിലാണല്ലോ, പുറകിലല്ലല്ലോ. അപ്പം കോഡേറ്റ്സിൽ എപ്പോഴും നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? വെൻട്രൽ സൈഡിലാണ്. അതേസമയം നോൺ കോഡേറ്റ്സിൻ്റെ ആണെങ്കിൽ എവിടെയാണ്? ഡോഴ്സൽ സൈഡിലാണ്, അവരുടെ പുറം ഭാഗത്താണ് കാണുന്നത്, പുറത്താണ് ഹാർട്ട് കാണുന്നത്. അതാണ് വേറൊരു വ്യത്യാസം. കോഡേറ്റ്സിൽ ഹാർട്ട് ഈസ് വെൻട്രൽ ആൻഡ് നോൺ കോഡേറ്റിൽ ഹാർട്ട് ഈസ് ഡോഴ്സൽ. ഇപ്പം എല്ലാ ജീവികൾക്കും ഇപ്പോൾ ഹാർട്ട് ഉണ്ടാവണം എന്നില്ല അല്ലേ, നമ്മൾ പഠിച്ചതിൻ്റെ അകത്തൊക്കെ കുറച്ച് ജീവികൾക്ക് വരുമ്പോൾ മാത്രമേ ഹൃദയമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇഫ് പ്രസൻ്റ് എന്നാണ് പറഞ്ഞത്, ഉണ്ടെങ്കിൽ അതെവിടെ ആയിരിക്കും? ഡോഴ്സൽ സൈഡിൽ ആയിരിക്കും. ഇനി മറ്റൊരു ഡിഫറൻസ്, കോർഡേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഏനൽ ടെയിൽ ഈസ് പ്രസൻറ്റ് അല്ലേ, വാല് കാണും. അതേസമയം ഈ ജീവികളിലൊക്കെ അങ്ങനെ ടെയിൽ ഉണ്ടാവണമെന്ന് ഇല്ല, പോസ്റ്റ് ഏനൽ ടെയിൽ ഈസ് ആബ്സെൻറ്റ്. ഈ ജീവികൾക്കൊക്കെ ടെയിലില്ല. അതേസമയം ഇവിടെ വരുന്ന ജീവികൾക്കൊക്കെ ടെയിൽ വാലുണ്ട് ഇല്ലേ. ഫിഷസ് നമുക്കറിയാം, പിന്നെ ബേർഡ്സിന് ഒക്കെ നമുക്ക് അറിയാം, റെപ്റ്റൈൽസ്, സ്നേക്സ്, അങ്ങനെയുള്ള ജീവികളിൽ, ഫ്രോഗ്, അങ്ങനെയുള്ള ഫ്രോഗിന് വാലില്ലെങ്കിലും ഫ്രോഗിൻ്റെ ടാഡ്പോളിന് വാലുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം ടെയിലുണ്ട്, പക്ഷേ ഇവർക്കാണെങ്കിൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. അത് മറ്റൊരു ക്യാരക്ടർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. കോഡേറ്റ്സിൽ നോട്ടോകോഡ് പ്രസൻറ്റ്, നോട്ടോകോഡ് ആബ്സെൻറ്റ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോഴ്സൽ, ഹോളോ ആൻഡ് സിംഗിൾ. ഇപ്പുറത്താണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. ഇവിടെ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെൻറ്റ്. ഹാർട്ട് ഈസ് വെൻട്രൽ,
ഹാർട്ട് ഈസ് ഡോഴ്സൽ ഇഫ് പ്രസൻറ്റ്. ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഡോഴ്സൽ സൈഡിലായിരിക്കും. 5 പോസ്റ്റ് ഏനൽ ടെയിൽ ഈസ് പ്രസൻറ്റ്. അവിടെ പോസ്റ്റ് ഏനൽ ടെയിൽ ഈസ് ആബ്സെൻറ്റ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്യാരക്ടേഴ്സ്, കോഡേറ്റ്സിൻ്റെ ക്യാരക്ടർ. ആദ്യം നമ്മൾ പഠിച്ച ആ 4 ക്യാരക്ടേഴ്സും ആ ഡയഗ്രാമും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരുന്നോണം. എംബ്രിയോണിക് സ്റ്റേജ് അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ പടം, ഈ ഡയഗ്രാം നിങ്ങൾ ബുക്കിലോട്ട് വരച്ച് ലേബൽ ചെയ്ത് വെക്കണം. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ ഫൈലം കോഡേറ്റയെ 3 സബ് ഫൈലയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈലം കോഡേറ്റ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 സബ് ഫൈലം. ചെറിയ ചെറിയ ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ദെയർ 1 സബ് ഫൈലം യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ എന്ന് പറയും. യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, യൂറോ കോഡേറ്റ എന്ന് ഓർക്കുക. 2 സബ് ഫൈലം സെഫാലോ കോഡേറ്റ. 3 സബ് ഫൈലം വെർട്ടിബ്രേറ്റ. അപ്പോൾ അങ്ങനെ 3 ഫൈലമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സബ് ഫൈലം യൂറോ കോഡേറ്റ, സബ് ഫൈലം സെഫാലോ കോഡേറ്റ, സബ് ഫൈലം വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന 3 ഫൈലങ്ങളായിട്ട് തിരിക്കുന്നു. ഇനി ഇതിൽ സബ് ഫൈലം യൂറോ കോഡേറ്റ ആൻഡ് സെഫാലോ കോഡേറ്റ ആർ ഓഫൺ referred to as protochordates and are exclusively marine. അപ്പോൾ എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ആദ്യത്തെ 2 കോഡേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? യൂറോ കോഡേറ്റും സെഫാലോ കോഡേറ്റും എന്ന് പറയുന്നത് അവരെ നമ്മൾ referred to as protochordates and are exclusively marine. ഈ 2 സബ് ഫൈലങ്ങളും പ്രോട്ടോകോഡേറ്റ്. എന്താ ഈ പ്രോട്ടോസോവ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? ആദ്യത്തെ എന്നുള്ള മീനിങ് ആണ്, ഫസ്റ്റ് എന്നുള്ള മീനിങ് ആണ് പ്രോട്ടോ. അപ്പം ആദ്യം ഉണ്ടായ കോർഡേറ്റുകളാണ് ഈ പ്രോട്ടോകോഡേറ്റ്സ്. അവർ ആരൊക്കെ വരും? യൂറോ കോഡേറ്റും സെഫാലോ കോഡേറ്റ്സും ആണ് ആദ്യം ഉണ്ടായ കോഡേറ്റ്സ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വെർട്ടിബ്രേറ്റി ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായത്. ഇത് രണ്ടും പ്രിമിറ്റീവ് കോഡേറ്റ്സ് ആണ്. അവരെയാണ് പ്രോട്ടോകോഡേറ്റ്സ്. അവരെപ്പോഴും മറൈൻ ആണെന്ന് നമ്മൾ പറയും. അതിൽ ഫസ്റ്റ് യൂറോ കോഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ തിരിക്കാൻ, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ, അതായത് ഈ 3 സബ് ഫൈലമായിട്ട് തിരിക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ഇവരുടെ നോട്ടോ കോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈലം കോഡേറ്റ എന്ന് പറയുമ്പോൾ അവർ എന്തുണ്ടെന്നാണ് പറഞ്ഞേ? നോട്ടോ കോഡ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ നോട്ടോ കോഡിൻ്റെ ഇവർക്കുണ്ട്, എപ്പോഴുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ബേസിസിലാണ് ഇവരെ ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും അവർ നോട്ടോ കോഡ് എവിടേക്കാണ് കാണുന്നതെന്നുള്ളത്. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഫസ്റ്റ് സബ് ഫൈലമാണ് യൂറോ കോഡേറ്റ. ഇൻ യൂറോ കോഡേറ്റ നോട്ടോ കോഡ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. അത് ശ്രദ്ധിക്കുക. യൂറോ കോഡേറ്റയിൽ നോട്ടോ കോഡ് എവിടെ മാത്രമേ കാണുന്നുള്ളൂ? ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ഈ ആനിമലാണ് യൂറോ കോഡേറ്റിൽ വരുന്നത്. അസിഡിയ എന്നൊക്കെ പറയുന്ന ജീവിയാണ്. അപ്പോൾ ഈ ജീവികളുടെ ലാർവയുടെ വാൽ ഭാഗത്ത് മാത്രമേ നോട്ടോ കോഡ് ഉള്ളൂ. അപ്പം ഇവരുടെ അഡൽട്ടിൽ ഇല്ല അല്ലേ, നോട്ടോ കോഡ് ഇല്ല. അപ്പോൾ നോട്ടോ കോഡ് ഒന്നുകിൽ എംബ്രിയോണിക് സ്റ്റേജിലോ അല്ലെങ്കിൽ അഡൽട്ടായിട്ട് ഇരിക്കുമ്പോഴോ നോട്ടോ കോഡ് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ആ ജീവികളെ നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തത്തുള്ളൂ? കോർഡേറ്റയിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. അപ്പോൾ ഈ യൂറോ കോഡേറ്റ് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യൂറോ കോഡേറ്റുകളിൽ എവിടെ മാത്രമേ നോട്ടോ കോഡ് ഉള്ളൂ? നോട്ടോ കോഡ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ലാർവയുടെ ടെയിലിൽ മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ച് ഇരിക്കുക. അടുത്തത് ഇൻ സെഫാലോ കോഡേറ്റ. രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞ സെഫാലോ കോഡ്. നോട്ടോ കോഡ് എക്സ്റ്റെൻഡ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ ആൻഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദർ ലൈഫ്. ഈ ജീവികൾ, അതായത് സെഫാലോ കോഡേറ്റിൽ നോട്ടോ കോഡ് ഉണ്ട്. അത് എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്? ഹെഡ് തൊട്ട് ടെയിൽ വരെ അവർക്കുണ്ട്. ആൻഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദർ ലൈഫ്. തലയുടെ ഭാഗം തൊട്ട് വാൽ ഭാഗം വരെ നോട്ടോ കോഡ് ഉണ്ട്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ജീവിതകാലം മൊത്തവും അതിനുണ്ട് താനും. ലാർവയിലും ഉണ്ട്, അതിൻ്റെ അഡൽറ്റിലും ഉണ്ട്. അപ്പം നോട്ടോ കോഡ് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ മൊത്തമുള്ള ഒരു ജീവിയാണ് ആര്? സെഫാലോ കോഡേറ്റ്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു ആനിമലാണ് ആംഫിയോക്സിസ് എന്ന് പറയുന്ന ജീവി. ആദ്യം നമ്മൾ യൂറോ കോഡേറ്റിൽ എന്തായിരുന്നു പറഞ്ഞേ?
അസിഡിയ എന്ന് പറയുന്ന ജീവിയുണ്ട് അല്ലേ. ഇതിലുള്ളത് ആംഫിയോക്സിസ് എന്ന് പറയുന്ന ഒരു ജീവി. അപ്പോൾ ഇത് എക്സാമ്പിൾസ് നമ്മളൊന്നുകൂടി പറയുന്നുണ്ട്. ഈ എക്സാമ്പിൾസ് ഒക്കെ പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. യൂറോകോഡേറ്റയിൽ വരുന്ന ഒരു ജീവിയാണ് അസിഡിയ എന്ന് പറയുന്നത്. സാൽപ്പ, അസിഡിയ സാൽപ്പ യൂറോകോഡേറ്റിൽ വരുന്ന ജീവിയാണ്. മറ്റൊരു ജീവി കൂടിയുണ്ട്, ഡോളിയോളം എന്ന് പറയുന്ന ജീവി. ഇതും യൂറോകോഡേറ്റിൽ വരുന്നതാണ്. അപ്പോൾ യൂറോകോഡേറ്റിലുള്ള 3 ജീവികളെ നമ്മളിപ്പോൾ പഠിച്ചു. അസീഡിയ, സാൽപ്പ ആൻഡ് ഡോളിയോളം. അടുത്ത സെഫാലോകോഡേറ്റിലെ ജീവിയാണ് ബ്രാങ്കിയോസ്റ്റോമ. ബ്രാക്കിയോസ്റ്റോമ എന്ന് പറയുന്ന ജീവി. നേരത്തെ നമ്മൾ പറഞ്ഞ ആംഫിയോക്സിസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ് എന്നാണ് ഇത് പറയുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ ഒരു നീളമുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ലാൻസ്ലെറ്റ് എന്ന് പറയുന്നത്. ആംഫിയോക്സിസ് എന്നോട് ഇനി പറയും, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ബ്രാക്കിയോസ്റ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ നോട്ടോകോഡ് ഹെഡ് ടു ടെയിൽ വരെ ഉണ്ട് ആൻഡ് പെർസിസ്റ്റ് ത്രൂ ഔട്ട് ദർ ലൈഫ്. ഇനി നമ്മൾ ഫൈലം അടുത്ത വെർട്ടിബ്രേറ്റയാണ് നോക്കാൻ പോകുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ. നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. അതിൽ വെർട്ടിബ്രേറ്റയിൽ ആണ് നമ്മൾ പറയുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ പൊസസ് നോട്ടോകോഡ് ഡ്യൂറിങ് ദ എംബ്രിയോണിക് പീരിയഡ്. ഈ നോട്ടോകോഡ് ഉണ്ട് അവരിൽ. എപ്പോൾ മാത്രമേ നോട്ടോകോഡ് കാണുന്നുള്ളൂ? എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ നോട്ടോകോഡ് കാണുന്നുള്ളൂ. അഡൽട്ടിൽ ദിസ് നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ വെർട്ടിബ്രൽ കോളം. അതായത് ഇത് ഒരു മനുഷ്യൻ്റെ എംബ്രിയോ ആണെന്ന് വിചാരിക്കുക അല്ലേ. അതിൻ്റെ അകത്ത് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് നോട്ടോകോഡ്. അപ്പോൾ നോട്ടോകോഡ് എംബ്രിയോണിക് സ്റ്റേജിലുണ്ട്, എംബ്രിയോ ആയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ട്. പക്ഷെ അഡൽട്ടായിട്ട് മാറുമ്പോൾ ഈ നോട്ടോകോഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ വരുന്നത്? വെർട്ടിബ്രൽ കോളം, നട്ടെല്ലുണ്ടാവും. ഈ നോട്ടോകോഡിൻ്റെ ഭാഗത്ത് നട്ടെല്ല് റീപ്ലേസ് ചെയ്യും. അങ്ങനെയുള്ളൊരു ജീവികളെയാണ് നമ്മൾ വെർട്ടിബ്രേറ്റ എന്ന് പറയും. വെർട്ടിബ്രൽ കോളം ഉള്ള ജീവികളാണ് വെർട്ടിബ്രേറ്റ. അപ്പോൾ ഇവർക്ക് നോട്ടോകോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എപ്പോഴേ ഉള്ളൂ? എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. വെർട്ടിബ്രേറ്റ possess notochord during the embryonic period. The notochord is replaced by a cartilaginous or bony vertebral column in the adult. Notochord is replaced by a cartilaginous or bony vertebral. ഒന്നുകിൽ കാർട്ടിലേജ് ആകാം, അല്ലെങ്കിൽ എല്ലാ ജീവികൾക്കും ബോൺ ആവണം എന്നില്ല. ചില ജീവികൾക്ക് കാർട്ടിലേജ് ആയിട്ടുള്ളതാകാം, പിന്നെ ചില ജീവികൾക്ക് ബോണി വെർട്ടിബ്രൽ കോളം ഉണ്ടാകും ഇൻ അഡൽട്ട്. Thus, all vertebrates are chordates, but all chordates are not vertebrates. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. എന്താണ് പറഞ്ഞത്? എല്ലാ വെർട്ടിബ്രേറ്റുകളും കോഡേറ്റുകളാണ് അല്ലേ. വെർട്ടിബ്രൽ കോളം ഉള്ള ജീവികളാണല്ലോ നമ്മൾ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വെർട്ടിബ്രേറ്റുകളും കോർഡേറ്റ് ആണ്. പക്ഷേ എല്ലാ കോർഡേറ്റുകളെയും നമ്മൾ വെർട്ടിബ്രേറ്റ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതാണ് ഈ സെൻറ്റൻസ് നമ്മൾ പഠിച്ചു വെച്ചേക്കുക. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്, ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എല്ലാ വെർട്ടിബ്രേറ്റുകളും കോഡേറ്റ് ആണ്, പക്ഷേ എല്ലാ കോഡേറ്റുകളെയും നമ്മൾ വെർട്ടിബ്രേറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വെർട്ടിബ്രേറ്റയിൽ മാത്രമേ ഉള്ളൂ ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. നട്ടെല്ലായിട്ട് മാറുന്നത് വെർട്ടിബ്രേറ്റ്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കോഡേറ്റ്സ് നമ്മൾ പഠിച്ച യൂറോകോഡേറ്റും സെഫാലോകോഡേറ്റിലും ഒന്നും എന്തായിട്ട് മാറുന്നില്ല? വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നില്ല. സോ ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്, ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. അപ്പോൾ ഇത് ഇത്രയും ഭാഗമാണ് അതിന് ആൻസറായിട്ട് എഴുതേണ്ടത്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നോട്ടോകോഡ്. ഇൻ വെർട്ടിബ്രേറ്റ്സ് ദ നോട്ടോകോഡ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട്. അത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അടുത്ത് ബിസൈഡ്സ് ദ ബേസിക് കോഡേറ്റ് ക്യാരക്ടേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ നോട്ടോകോഡും ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സും എല്ലാം വെർട്ടിബ്രേറ്റിനുണ്ട്. ഇത് കൂടാതെയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വെർട്ടിബ്രേറ്റ്സ് have a pair of kidneys for excretion and osmorregulation. ഒരു ജോഡി കിഡ്നികൾ ഉണ്ട് ഇവർക്ക് അല്ലേ. ഈ ജീവികളിലെല്ലാം നമ്മൾ നോക്കിയാൽ ഒരു ജോഡി കിഡ്നി കാണാം.
അതുപോലെ പെയർഡ് അപ്പൻഡേജസ് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ് അല്ലേ. പെയർഡ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ കൈകാലുകൾ ജോഡിയായിട്ടാണ്. ഇപ്പം മനുഷ്യൻ്റെ രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ ഇപ്പോൾ ഫിഷസ് എടുക്കുവാണെങ്കിൽ അവർക്കും ഉണ്ട് ഫിൻസ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഫിന്നുണ്ട്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഫിൻ നമുക്ക് കാണാം. അതിനെ നമ്മൾ ഫിഷസിൻ്റെ കൈകളാണ് ഈ പെക്ട്രൽ ഫിൻ എന്ന് പറയുന്നത്. അതുപോലെ താഴെയുണ്ട് പെൽവിക് ഫിൻ, അതും ജോഡിയായിട്ടാണ് കാണുന്നത്. അപ്പം ജോഡിയായിട്ടുള്ള ഫിൻസോ അല്ലെങ്കിൽ ലിംബുകളോ ഉണ്ട് ആർക്ക്, കോഡേറ്റ്സിന് ഉണ്ട്. ഇനി അടുത്ത നമ്മൾ ഈ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു പറഞ്ഞ്. കോഡേറ്റയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു: യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ആ വെർട്ടിബ്രേറ്റയിലെ സബ് ഫൈലത്തിനെയാണ് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ബുക്കിൽ എഴുതി വെക്കുക. ഈ ഡിവിഷൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഈ ഡിവിഷൻ എന്ന് നോക്കാം. ഒന്ന്, വെർട്ടിബ്രേറ്റയെ ആദ്യം 2ആയിട്ട് ഡിവിഷൻ നടത്തുന്നുണ്ട്. ഒന്ന് ഏനാത്ത ആൻഡ് നാത്തോസ്റ്റൊമേറ്റ. ഈ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏനാത്ത എന്നാണ് ഇത് വായിക്കുന്നത്. ഏനാത്ത, ജി അവിടെ സൈലൻ്റ് ആണ്. നാത്തോസ്റ്റൊമേറ്റ, ഇവിടെയും ജി സൈലൻ്റ് ആണ്. നാത്തോസ്റ്റൊമേറ്റ എന്ന് പറയും. ഏനാത്ത എന്ന് പറഞ്ഞാൽ ദേ ലാക്സ് ജോ, ഇവർക്ക് ജോ ഇല്ലാത്ത ജീവികളാണ്. ജോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്കിപ്പോൾ വായിൽ അപ്പർ ജോയും ലോവർ ജോയും ഉണ്ട് അല്ലേ. കീഴ്ത്താടിയും മേൽത്താടിയും ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലേ. അവിടെ പല്ലുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ലേ. അതുപോലെ ഇവർക്ക് അങ്ങനെ ഒരു ജോ ഇല്ല. ഇവരുടെ മൗത്ത് എങ്ങനെയായിരിക്കുന്നത്? സർക്കുലാർ മൗത്തുള്ള ജീവികളാണ് ഏനാത്ത എന്ന് പറയും. അതേസമയം നാത്തോസ്റ്റൊമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ബിയർ ജോ, അവർക്ക് ജോസ് ഉണ്ട്. അപ്പർ ജോയും ലോവർ ജോയും ഒക്കെ ഉള്ള ജീവികളാണ് നാത്തോസ്റ്റൊമേറ്റ എന്ന്. ഇനി ഇത് നമ്മൾ 2 ഡിവിഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന ഡിവിഷനെ വീണ്ടും നമ്മൾ ക്ലാസ് എന്ന് പറയും. ഡിവൈഡ് ചെയ്യുന്നത് ഓർമ്മയുണ്ടല്ലോ, കിങ്ഡം, ക്ലാസ് എന്നൊക്കെയുള്ള ഫൈലം, സബ് ഫൈലം, ഡിവിഷൻ, ക്ലാസ് എന്നൊക്കെ നമ്മൾ ഡിവിഷനില്ലേ, അതേപോലെയാണ് പറയുന്നത്. അതിൽ ഏനാത്തയിൽ വരുന്ന ഒരു ക്ലാസ്സാണ്, ഏനാത്തയിലെ ഒരു ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക. ഏനാത്തയിലെ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ, ആ ക്ലാസ്സിൻ്റെ പേരാണ് സൈക്ലോസ്റ്റൊമേറ്റ. ഇനി ഇപ്പുറത്ത് നോക്കി, നാത്തോസ്റ്റൊമാറ്റയെ നമ്മൾ 2 സൂപ്പർ ക്ലാസ് അല്ല, സൂപ്പർ ക്ലാസ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും, പിന്നാണ് അവരെ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ക്ലാസ് സ്പൈസസ് ആൻഡ് ടെട്രാപോഡ, അങ്ങനെ 2 സൂപ്പർ ക്ലാസ്സുകളുണ്ട്. പൈസസ് എന്ന് പറഞ്ഞാൽ ഫിഷസ്, ടെട്രാപോഡ എന്ന് പറഞ്ഞാൽ, ടെട്രാ മീൻസ് നമുക്കറിയാം 4 അല്ലേ, പോഡ മീൻസ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് 4 കാലുകളുള്ള ജീവികൾ എന്നാണ് ഇവരെ പറയുന്നത്. ബെയർ ലിംബ്സ്, അവർക്ക് ലിംബുകളുള്ള ആളുകളാണ്. ഇവിടാണ് പൈസസ്, നമുക്കറിയാം ഫിഷസിനാണെങ്കിൽ ഫിൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഓർക്കുക, നാത്തോസ്റ്റൊമേറ്റയെ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പൈസസ് എന്നും ടെട്രാപോഡ്സ് എന്നും പറയും. ഇനി പൈസസിലെ ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഏനാത്തയുടെ ക്ലാസ് നേരെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൈസസിൻ്റെ ക്ലാസ്സാണ്. 2 ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് കോൺറിച്തസ് ആൻഡ് ഓസ്റ്റിക്തസ്. കോൺറിച്തസ്, സ്പെല്ലിങ് വായിക്കുക. സ്പെല്ലിംഗ് ഒക്കെ നന്നായിട്ട് ഇപ്പോൾ പഠിച്ചോണം. ഇത് ഫുള്ള് നല്ലതായിട്ട് പഠിക്കണം. ബുക്കിൽ എഴുതി വായിക്കാനും പഠിക്കുക, അതിൻ്റെ സ്പെല്ലിങ്ങും പഠിച്ചു വെച്ചിരിക്കണം. കോൺറിച്തസ് ആൻഡ് ഓസ്റ്റിക്തസ്, ഇത് 2 തരം ഫിഷസിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. കോൺട്രിക്തസ് എന്താണെന്നും ഓസ്റ്റിക്തസ് എന്താണെന്നും. അതായത് കോൺട്രിക്തസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് ഫിഷുകളും ബോണി ഫിഷസിനെയാണ് നമ്മൾ ഓസ്റ്റിക്തസ് എന്ന് പറയുന്നത്. ഇനി ടെട്രാപോഡ എന്ന് പറഞ്ഞാൽ 4 കാലുള്ള ജീവികൾ അല്ലേ. ടെട്രാപോഡ്, ദേ ബിയർ ലിംബ്സ്, ലിംബുകളുള്ള ജീവികൾ. അവരെ നമ്മൾ 4 ക്ലാസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ആംഫീബിയൻ, ആംഫീബിയൻ എന്ന് എഴുതുന്നത് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമൽസ്. എന്നോട് പറഞ്ഞ ടെട്രാപോഡിൻ്റെ അകത്ത് വരുന്ന ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒന്നുകൂടി ഡിവിഷൻസ് പറയാം. വെർട്ടിബ്രേറ്റയെ ഏനാത്തയെന്നും നാത്തോസ്റ്റൊമേറ്റ എന്നും പറയുന്നു. ഏനാത്തയ്ക്കകത്ത് വരുന്ന ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമേറ്റ.
നാത്തോസ്റ്റൊമേറ്റയ്ക്കകത്ത് വരുന്ന ജീവികളാണ് സൂപ്പർ ക്ലാസ്സുകളായ രണ്ടെണ്ണം. ഏതൊക്കെയാണ്? പൈസസ് ആൻഡ് ടെട്രാപോഡ്സ് അല്ലേ. അതിലെ പൈസസ് ആണ് ഏതൊക്കെ ക്ലാസ്? പൈസസിൻ്റെ അകത്ത് അല്ലെ ഫിഷസിൻ്റെ അകത്ത് 2 ക്ലാസ്സുകളാണ് വരുന്നത്. കോൺട്രിക്തസ് എന്നും ഓസ്റ്റിക്തസ് എന്നും പറയും. ടെട്രാപോഡ്സിൻ്റെ അത് വരുന്നതാണ് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് എന്ന് പറഞ്ഞ ബേർഡ്സ്, പിന്നെ മാമൽസ്. ഇത്രയാണ് നമ്മൾ ഈ ജീവികളെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിയുമ്പം ആനിമൽ കിങ്ഡം തീരും. ഈ ഓരോ ജീവികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒന്നുകൂടി നമ്മൾ കോഡേറ്റിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നുകൂടി പറയാം. ആനിമൽസ് ബിലോങ്ങിങ് ടു phylum Chordata are fundamentally characterized by the presence of notochord, dorsal hollow nerve cord, paired pharyngeal gill slits. They possess post-anal tail. ഇത് 4 എണ്ണമാണ് ശരിക്കും ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് കൂടാതുള്ള ക്യാരക്ടേഴ്സ് ആണ് താഴോട്ട് പറയുന്നത്. ദീസ് ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ് with organ system level of organization. They possess a closed circulatory system. Phylum Chordata is divided into 3 subphylums: Urochordata or Tunicata, Cephalochordata and Vertebrata. Subphylum Urochordata and Cephalochordata are often referred to as protochordates and are exclusively marine. കടലിലുള്ളവരാണ്. In Urochordate, ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. Notochord is present only in larval tail, while in Cephalochordata it extends from head to tail region and is persistent throughout the life. ജീവിതകാലം മൊത്തവും അവർക്കുണ്ട്. ഹെഡ് തൊട്ട് വാൽ വരെയും അവർക്കുണ്ട് താനും. അത് ജീവിതകാലം മൊത്തം ഉണ്ടായിരിക്കും. അവർക്ക് നോട്ടോകോഡ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. യൂറോകോഡേറ്റയിൽ വരുന്ന 3 എക്സാമ്പിൾസ്: അസേഡിയ, സാൽപ്പ, ഡോളിയോളം. സെഫാലോകോഡേറ്റിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ബ്രാക്കിയോസ്റ്റോമ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആംഫിയോക്സിസ് ഓർ ലാൻസ്ലെറ്റ്. അടുത്ത നമ്മൾ ഈ പറഞ്ഞ ഡിവിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്കിലേക്ക് എഴുതി വെച്ചിരിക്കണം, പഠിക്കുകയും വേണം. വെർട്ടിബ്രേറ്റയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏനാത്ത, നാത്തോസ്റ്റൊമേറ്റ. ഏനാത്ത, സൈക്ലോസ്റ്റൊമേറ്റ. നാത്തോസ്റ്റൊമേറ്റയെ 2 സൂപ്പർ ക്ലാസ്സുകളാണ്: പൈസസ്, ടെട്രാപോഡ്സ്. പൈസസിനെ നമ്മൾ ക്ലാസ് കോൺട്രിക്തസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്തസ്. ടെട്രാപോഡ്സിനെ നമ്മൾ ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ് എന്ന് വിളിക്കും. ഇത്രയാണ് കോഡേറ്റിൻ്റെ ക്യാരക്ടേഴ്സും കോഡേറ്റിൻ്റെ ഡിവിഷനും ഒക്കെ. ഇതിലൊരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞ കോഡേറ്റിൻ്റെ ബേസിക് ക്യാരക്ടർ കാണിക്കുന്ന ഡയഗ്രാം, ആ എംബ്രിയോയുടെ ഡയഗ്രവും ഈ ഒരു ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ.